Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പത്തിരി, പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെ കൂടെ പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാണ്ടിരിക്കാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചൊക്കെ നെയ്യും എല്ലും ഒക്കെ കൂടിയിട്ടുള്ള മട്ടനാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എടുക്കും, എല്ലും നെയ്യൊക്കെ കൂടിയിട്ടുള്ളത് എടുക്കുമ്പോഴാണ് മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ മട്ടൻ മുഴുവനായിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഫസ്റ്റ് വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും കൂടെ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് വിസിൽ വന്ന് പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 2 വിസിലും കൂടെ വന്ന് പിന്നെ പ്രഷറൊക്കെ താനെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അതൊന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അതിപ്പം ചെറുതാണെങ്കിൽ 2 സവാളയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തോണ്ട് തന്നെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. 6 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അധികം തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ചേർക്കുന്നതിന് നല്ലത് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് നമ്മൾ തന്നെ പൊടിച്ചെടുത്തിട്ട് ചേർക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടെ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം സവാളയും തക്കാളിയും കട്ട് ചെയ്തെടുക്കണം. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതാ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കി തുടങ്ങാം. കുരുമുളകും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണുള്ളത്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് സവാളയൊക്കെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടൺ സെപ്പറേറ്റ് വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഇനി ഒരുപാട് സമയമൊന്നും നമ്മൾ
മട്ടൻ ചേർത്തിട്ട് പിന്നെ വേവിക്കൂല. അപ്പോൾ മസാല ഈ ഒരു സമയത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ടു വന്ന സമയത്ത് തക്കാളിയും കറിവേപ്പിലയും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിച്ചപ്പിന്ന് പകുതിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണ്. അപ്പം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത സമയം കൊണ്ട് നമ്മുടെ മട്ടൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മസാല തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം വേവിച്ചെടുത്ത മട്ടൻ ചേർത്ത് കൊടുക്കുക. മട്ടൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എരിവൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു വിസിൽ അടിച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി പിന്നെ പ്രഷറൊക്കെ പോകുമ്പോൾ ഓപ്പൺ ആക്കിയാൽ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം നമുക്കിത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് പത്തിരി, പൊറോട്ട, ചപ്പാത്തി പിന്നെ നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മട്ടൻ കറിയാണ്. പിന്നെ മട്ടൻ വാങ്ങിക്കുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അതേപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ പുതിയ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. താങ്ക് you.